അതിന് ഏട്ടൻ ഇന്ന് എണീറ്റിട്ടേയില്ല. പനിയാന്ന് തോന്നുന്നു. ഏട്ടത്തി ചുക്കുകാപ്പി ഇട്ട് കൊടുക്കണുണ്ട്. അമ്മു കുട്ടി കളിക്കുന്നത് നോക്കി വരാന്തയിലിരുന്നു. കൂട്ടത്തിൽ ഏട്ടൻ്റെ വലിയ കുട്ടിയായ കണ്ണന് തെങ്ങോല കൊണ്ട് ഒരു പന്തുണ്ടാക്കുന്ന ശ്രമവും നടത്തിക്കൊണ്ടിരുന്നു. മുറ്റത്ത് ഉലാത്തിക്കൊണ്ടിരുന്ന വാസുവിന് കുളത്തിലൊന്ന് മുങ്ങി കുളിക്കണമെന്ന് തോന്നി. പരിചയമില്ലാത്ത കുളത്തിൽ എങ്ങൾ കുളിക്കേണ്ട, നല്ല ആഴമുള്ള കുളം അത്. ഞങ്ങളൊക്കെ കുളിക്കണച്ചാ അത് പരിചയമുള്ളതുകൊണ്ടാ. എവിടേക്കാ ആഴമുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെയല്ല അങ്ങൾ കുളിക്കാച്ച എനിക്ക് പേടിയാവും. അമ്മു കൈമലർത്തി. വാസുവിന് നിരാശയായി. അവൾ പറഞ്ഞതു തന്നെ ശരി. തൻ്റെ കുടുംബത്തിൻ്റെ പറമ്പിലൂടെ ഓരം ചേർന്നൊഴുകുന്ന പരന്ന പുഴയല്ല ഇത്. അതിൻ്റെ ആഴവും പരപ്പവും ഒക്കെ തനിക്കറിയാം. പക്ഷേ പരിചയമില്ലാത്ത കുളത്തിൻ്റെ ആഴം തനിക്ക് അളക്കാൻ കഴിയില്ല. മനസ്സിലാ മനസ്സോടെ അയാൾ കിണറ്റുകരയിൽ നിന്നും കോരി കുളിക്കുന്നത് അമ്മു ഒളികണ്ണോടെ കണ്ടു. അവൾക്ക് സമാധാനമായി. എന്തെല്ലാം വഴക്കിട്ടുവെന്ന് പറഞ്ഞാലും ഭർത്താവിനെ അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. മാധവൻ തൻ്റെ സോപ്പും തോർത്തുമെടുത്ത് കുളക്കടവിലേക്ക് നടന്നു. സ്ത്രീകളുടെ കുളികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ സൂര്യൻ ഉണരുന്നതിന് മുൻപ് തന്നെ അയൽപ്പക്കത്തെ കുറച്ച് സ്ത്രീകൾ കുളിക്കാനും തിരുമാനും വരാറുണ്ട്. അതുകൊണ്ട് മാധവൻ കുളക്കടവിൽ വച്ച് കുളിക്കാറില്ല. ഒഴിവു ദിനങ്ങളിൽ ഒരു 10 മണിയാവുമ്പോൾ കടവൊഴിയും. മാനസികമായൊരു സന്തോഷം തോന്നില്ല. കാരണം തൻ്റേത് എന്നു മാത്രമായി പാറുക്കുട്ടിയെ കാണാൻ കഴിയില്ല. അവൾ തനിക്കു മാത്രം സ്വന്തമല്ല. ഓപ്പോളെ അവഗണിക്കാൻ കഴിയില്ല. തൻ്റെ എല്ലാ കാര്യങ്ങളും തനിക്കൊപ്പം നിന്ന തൻ്റെ രക്തം, തൻ്റെ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഓപ്പോളെ തനിക്ക് അവഗണിക്കാൻ കഴിയില്ല. വെളുത്തേടത്തെ രാധേടത്തി തുണി തിരുമാൻ വരാതായിട്ട് 2 ദിനങ്ങളായി. അയാൾ കുളി വേഗത്തിലാക്കി. തിരുമാനുള്ള തുണികൾ 2-3 കൂട്ടം കുപ്പായങ്ങളും 2-3 മുണ്ടുകളും അയാൾ കൂട്ടിയിട്ടു. അതിനുശേഷം പാറുക്കുട്ടിയുടെ സാന്നിധ്യം അവിടെയെങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. നങ്ങ ആ തുണികൾ എടുത്ത് പാറുക്കുട്ടിയുടെ കൈവശം കൊടുത്തു. കുട്ടിയെ ഉറക്കിയ ശേഷം അവൾ അതും ചേർത്ത് പരമൻ്റെ കുറച്ച് മുഷിഞ്ഞ തുണികളും കഴുകിയിട്ടു. മാധവൻ അത് പൂമുഖത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അന്നത്തെ ഉച്ചയൂണ് മാധവനും വാസുവിനും ശങ്കുനായരും ഒരുമിച്ചായിരുന്നു. എന്നാൽ പരമനെ ആ പ്രദേശത്തെങ്ങും കണ്ടില്ല. പരമേശ്വരൻ എവിടെ ഓപ്പോളെ എന്ന ചോദ്യത്തിന് ഓൻ ഇത്തിരി കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. പനിയാണെന്നോ സംശയം. കുറവില്ലാച്ച ഗോപാലൻ വൈദ്യരെ കടയിൽ നിന്ന് ഇത്തിരി കഷായം വയ്ക്കാനുള്ള മരുന്ന് വാങ്ങി വരണം. തുളസിയും പനിക്കൂർക്കയും ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കാൻ ഞാൻ പാറുവിനോട് പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് എവിടെ നേരം. കൊടുത്തോ ആവാം.